ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ഒന്ന് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് മൺകാടൊക്കെ വെൽഡിങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു അടി കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് അത് 2 കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ മൺകാടിൻ്റെ ഇവിടെ നിന്നുള്ള വെൽഡിങ് ഒക്കെ വിട്ടുപോയേക്കായിരുന്നു. അപ്പോൾ നമ്മൾ 2 സൈഡിലും വെൽഡിങ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് വെൽഡിങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ടിൽ ഈ വരുന്ന ഷോക്കിൻ്റെ ബുഷുകളൊക്കെ ഫുള്ള് ഓവലായി പോയേക്കാം. ഈ ബുഷ് മാത്രമല്ല, ഇവിടെ വന്ന ലിങ്കിൻ്റെയൊക്കെ പോയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ ബുഷ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ വന്നൊരു കോളർ ബുഷുണ്ട്, അത് മാത്രം മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ വലിയ പിടപ്പ് മാറിക്കോളും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ വരുന്ന ഹാൻഡിലിൻ്റെ ബെയറിങ്ങിനൊക്കെ പ്ലേ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇളകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം നമുക്ക് അതിൻ്റെ കോളർ മാത്രം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ അത് കോളർ മാറ്റാം, ഇവിടുത്തെ ഷോക്ക് ബുഷ് മാറ്റാം, സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. പിന്നെ മൺകാട് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്താണ് ഈ ഭാഗം പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നോക്കി, എഞ്ചിൻ ഓയിൽ ലെവല് ഒരല്പം ചെറിയ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഓയിൽ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ കൂട്ടത്തിലൊന്ന് വേണമെങ്കിൽ മാറ്റി വിടാം നമുക്ക് കേട്ടോ. കാരണം ഓയിൽ ശരിക്കും 3000 കിലോമീറ്ററാണ് ഓടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇച്ചിരി കൂടുതൽ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ഓയിൽ വരുന്നുണ്ട്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോഴും അതും ഒരു മോശാവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 ഓയിലും മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ജനറൽ സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ജനറൽ സർവീസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിംഗ് ഒക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഭാഗം ക്ലിയർ ചെയ്താലും ചെറിയൊരു ഗട്ടറി ചാടുമ്പോൾ ചെറിയൊരു സൗണ്ട് അതിനകത്ത് ഉണ്ടാവും. അത് ആ ഹാൻഡിൽ തിരിയുന്ന ഭാഗത്തുള്ള ബെയറിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ടാണ് ആ പ്രോബ്ലം കാണിക്കുക. ആദ്യത്തെ അത്രയൊന്നും ഉണ്ടാവില്ല, നിസ്സാരം ചെറിയൊരു അടി കാണിക്കും എന്തെങ്കിലും. അത് മാറണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അത് അഴിച്ച് ക്ലിയർ ചെയ്താലാണ് അത് ശരിയാവുള്ളൂ. ബാക്കിയത്തെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ അതിൻ്റെ വരുന്ന ഏകദേശം ഒരു ചിലവ് എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, ഫ്രണ്ടിലത്തെ ബുഷ്, വെൽഡിങ്, സർവീസ് ചാർജ് അടക്കമുള്ളൊരു എമൗണ്ട് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കവർ മാറ്റിയിട്ടേക്കാം കേട്ടോ. കാരണം ഈ സൈഡ് മൊത്തം പൊട്ടിയേ കിടക്കണേ. അപ്പോൾ അത് വലിയ എമൗണ്ട് ഒന്നുമില്ല, ഏകദേശം എനിക്ക് 50 രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ. മാറ്റിയിടുന്നത് നല്ലതാണ്. കാരണം ഈ സൈഡ് മൊത്തം പൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എവിടെയെങ്കിലും കൊളത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, എന്നിട്ടോ മാറ്റുള്ളൂ. ഓക്കെ.